നമസ്കാരം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ചാരക്കപ്പലായി കണക്കാക്കപ്പെടുന്ന സിയാൻ യാങ് ഹോങ് 03 അടുത്ത മാസം ആദ്യം തലസ്ഥാനമായ മാലയിൽ നങ്കൂരമിടുമെന്ന് സ്ഥിരീകരിച്ച മാലദ്വീപ് സർക്കാർ. മാലദ്വീപിൽ കപ്പൽ ഒരു നിരീക്ഷണവും നടത്തില്ലെന്നും നാവികരുടെ മാറ്റം പോലെയുള്ള നടപടിക്രമങ്ങൾക്കായാണ് ചൈന ക്ലിയറൻസ് ആവശ്യപ്പെട്ടതെന്നും മാലദ്വീപ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകളെ മാലദ്വീപ് എക്കാലവും സ്വീകരിക്കാറുണ്ടെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി തുറമുഖം ആവശ്യപ്പെടുന്ന സ്വകാര്യ സൈനിക കപ്പലുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഇത്തരം നടപടി മാലദ്വീപും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നു. സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജ്യത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുകയും ചെയ്യുന്നു. പ്രസ്താവനയിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഫെബ്രുവരി 8-ന് ചൈനീസ് വ്യാപാര കപ്പൽ മാലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്ത തീരത്താണ് നിലവിൽ കപ്പലുള്ളത്. സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നു എന്ന പ്രയോഗം ഇന്ത്യക്കെതിരെയുള്ള നേരിട്ടുള്ള ആക്രമണമായും ഇന്ത്യയോട് അകലുന്നതിന്റെയും ചൈനയോട് അടുക്കുന്നതിന്റെയും കൂടുതൽ തെളിവായും നയതന്ത്ര വിദഗ്ധർ കാണുന്നുണ്ട്. 4300 ടൺ ഭാരമുള്ള സിയാങ് യാങ് ഹോങ് 03 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം നടത്തുന്ന ചൈനീസ് കപ്പലാണ്. വെള്ളത്തിനടിയിലെ ഭൂകമ്പങ്ങൾ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനും പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകാനും ഇത്തരം കപ്പലുകൾക്ക് സാധിക്കും. എങ്കിലും സൈനിക ആവശ്യങ്ങൾക്കായി ചാരപ്രവർത്തനത്തിനും ചൈന ഈ കപ്പൽ ഉപയോഗിക്കുന്നതായാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ചൈനീസ് കപ്പലിന് നങ്കൂരമിടാൻ മാലദ്വീപ് അനുമതി നൽകുന്നത്. മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികർ രാജ്യം വിടണമെന്ന് ഉൾപ്പെടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായി നവംബറിൽ പ്രസിഡന്റ് മുയിസു അധികാരമേറ്റതു മുതൽ പരമ്പരാഗത സുഹൃത്തുക്കളായ ന്യൂഡൽഹിയും മാലയും തമ്മിലുള്ള ബന്ധം വഷളായിട്ടുണ്ട്. ചെറിയ ഇന്ത്യൻ മഹാസമുദ്ര രാഷ്ട്രത്തിൽ സ്വാധീനം ചെലുത്താൻ ന്യൂഡൽഹിയും ബീജിംഗും മത്സരിക്കുകയാണ്. എന്നാൽ മാലയിൽ പുതിയ സർക്കാർ ചൈനയിലേക്ക് തിരിയുകയാണ്. അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന 80ഓളം സൈനികരെ പിൻവലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചൈനീസ് കപ്പൽ മാലയിലേക്ക് പോവുകയാണെന്ന് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഗവേഷകനായ ഡാമിയൻ സൈമൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ എഴുതുന്നുണ്ട്. സിയാങ് യാങ് ഹോങ് 03 ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് പ്രവേശിക്കുന്നു. അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു സമുദ്ര സർവേ ഓപ്പറേഷൻ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ആശങ്ക ഉയർത്തുന്നു. ഒരു ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ സൈമന്റെ കണ്ടെത്തൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ ചലനം തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അവർ അറിയിച്ചു. 2022 മുതൽ ഇത്തരം കപ്പലുകൾക്ക് തുറമുഖങ്ങളിൽ ഡോക്ക് ചെയ്യാൻ അനുമതി നിഷേധിച്ച മറ്റ് കടലോര അയൽ രാജ്യമായ ശ്രീലങ്കയുമായുള്ള മറ്റ് ചൈനീസ് ഗവേഷണ കപ്പലുകൾ അനുമതിയില്ലാതെ പ്രവേശിച്ചതിന് 2019 ഇന്ത്യ മറ്റൊരു ചൈനീസ് ഗവേഷണ കപ്പലിനെ അതിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ചൈനയുടെ ഗവേഷണ കപ്പലുകൾ ഇരട്ട ഉപയോഗമാണെന്ന് ഒരു മുതിർന്ന ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതായത് അവർ ശേഖരിക്കുന്ന വിവരങ്ങൾ അന്തർവാഹിനികളുടെ വിന്യാസം ഉൾപ്പെടെയുള്ള സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര ഗവേഷണം ഒരു ഭീഷണിയാകുകയാണ്. നന്ദി.